പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പറയുന്ന മറ്റൊരുവനില്ലേ, മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കും എന്ന് പറയുന്ന 21:18 യോഹന്നാൻ്റെ സുവിശേഷം. ഈ മറ്റൊരുവൻ ചിലപ്പോൾ ദൈവമാകും, ചിലപ്പോൾ പിശാചാകും, ചിലപ്പോൾ മനുഷ്യനാകും. ഈ 3 കക്ഷികൾക്ക് മറ്റൊരുവനാകാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ അരമുറുക്കാൻ. ഈ നിൻ്റെ സ്വയാശ്രയങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നീ ഓർക്കണം. ഇപ്പം സ്വയാശ്രയമെന്നും പറഞ്ഞൊരു സംഭവമൊക്കെ ഇല്ലേ നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ? ബ്ലേഡ് കാലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഹോം ബാങ്കിങ്, വീട് തന്നെ ബാങ്കിങ് സിസ്റ്റമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള സാമ്പത്തിക സമാഹരണ സ്വയാശ്രയ നിധികളൊക്കെ ഇല്ലേ? ഈ സ്വയാശ്രയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പ്രത്യേക വിഷയമാണ്. നമ്മൾ നിൽക്കണത് എങ്ങനെയാണ്? നമ്മുടെ കാലിലല്ലേ നിൽക്കണേ, അല്ലേ? അല്ലേ? നമ്മുടെ കാലിൽ അവനവൻ്റെ കാലിൽ നിൽക്കണമെന്ന് പറയത്തില്ലേ? നമ്മുടെ കാലിന് വല്ല കുഴപ്പം വന്നാൽ എന്ത് ചെയ്യും? നമ്മളെവിടെയെങ്കിലും താങ്ങ് പിടിക്കും, അല്ലേ? ഒരു താങ്ങ് പിടിക്കും. ഇതുപോലെ താങ്ങ് പിടിക്കേണ്ട അവസ്ഥ ജീവിതത്തിൽ വരികയല്ലേ? വരുമല്ലോ, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഓർക്കണം, സ്വയാശ്രയം നഷ്ടപ്പെട്ടിരിക്കണം. ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് നമുക്ക് ആശ്രയിക്കേണ്ട അവസ്ഥ വരും, അല്ലേ? ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്വയാശ്രയം നഷ്ടപ്പെട്ട ആദ്യത്തെ ആളാരാണ്? സ്വയാശ്രയം നഷ്ടപ്പെട്ട ആദ്യത്തെ ആളാരാണ്? കർത്താവിനോട് മല്ലിപ്പിടുത്തം നടത്തിയ യാക്കോബാണ് ശരിക്കും. അങ്ങനെയാണ് സ്വയാശ്രയത്തിൽ നിന്ന് ആദ്യം ഔട്ടായ ആൾ, അല്ലേ? കാര്യം ഇപ്പം നമ്മൾ ദൈവമായിട്ട് മൽപ്പിടുത്തം നടക്കുക. ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നറിയാം. ഇപ്പോൾ മറ്റൊരു നിൻ്റെ അരമുറുക്കും എന്ന് പറഞ്ഞില്ലേ? അര എന്ന് പറഞ്ഞ സംഭവം പണ്ട് മുതൽ വിഷയമാണ്. ഈ യാക്കോബിൻ്റെ അരക്കണ വെച്ച് അലക്കണത് അവസാന നിമിഷം. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 32:25 ഉൽപ്പത്തി പുസ്തകം 32, 25, 26, 29 അതെല്ലാം ഈ മൽപ്പിടുത്തത്തിൽ യാക്കോബിന് അരക്കെട്ട് നഷ്ടപ്പെടുന്ന സംഭവമാണ്. അരക്കെട്ട് അരക്കെട്ടിൽ നിന്ന് വിട്ടുപോകും. അവന് സ്വയാശ്രയം നഷ്ടപ്പെട്ടു പോകും. കാര്യം മറ്റൊരുവൻ അരമുറുക്കുന്നതിന് വേണ്ടി പഴയ നിയമത്തിലൊരു ഭാഗമാണത്. ഈ മറ്റൊരുവൻ ചിലപ്പോൾ ദൈവമായിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് യാക്കോബിൻ്റെ ജീവിതത്തിലെ. മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുമെന്ന് പറഞ്ഞില്ലേ? നീ കൈ ഉയർത്തുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21:12 അത് യാക്കോബിൻ്റെ ജീവിതത്തിൽ ആ മറ്റൊരുവൻ ആരാണ്? ദൈവമാണ്. ദൈവമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അവൻ അര ഉളുക്കി. പക്ഷെ അര ഉളുക്കുമ്പോൾ ഈ മനുഷ്യനില്ലേ, ഇയാളൊരു സൂപ്പർമാനാണ്. ഏതെങ്കിലും കാലത്ത് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത നടപടി പ്രാർത്ഥനയാണെന്ന് നമ്മളെ പഠിപ്പിക്കണ യാക്കോബാണ്. യാക്കോബ് എന്താ പറയണത്? എൻ്റെ സ്വയാശ്രയം നഷ്ടപ്പെട്ട് എൻ്റെ അര ഉളുക്കി, എൻ്റെ അരക്കെട്ടിരുന്ന് വിട്ടുപോയി, ഞാനിപ്പോൾ വീഴും, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയും. അതാണ് വിഷയം. യാക്കോബ് ഭയങ്കര രസകരമായ, അതായത് നമ്മൾ ഈ ഉൽപ്പത്തി 32, 25, 26, 26 എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കാതെ പോവരുതേ. അതാണ് പറയുന്നത്. അത് ഭയങ്കര സംഭവമാണ്. അതായത് മറ്റൊരുവനാണ്. ഈ മറ്റൊരുവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടാൽ അപ്പം മനുഷ്യൻ്റെ മുമ്പിലുള്ള ഒരു പോംവഴിയാണ്, പ്ലീസ് ബ്ലെസ് മീ, എന്നെ അനുഗ്രഹിക്കാതെ പോവരുതേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് പോകുമ്പോൾ ഓർക്കുക, ഇത് മറ്റൊരുവനാണെന്ന്. മറ്റൊരുവൻ വരണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പിശാചം വരാം മറ്റൊരുവനായിട്ട്.
ഇപ്പം മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ, ആ മറ്റൊരുവനായിട്ട് പിശാചിനും വരാം. ഈശോൻ്റെ ജീവിതത്തിൽ വന്നല്ല, ഈശോൻ്റെ ജീവിതത്തിൽ വന്നില്ലേ. ഇപ്പം നമ്മുടെ 4-ാം അധ്യായം ഇല്ലേ, ലൂക്കാൻ്റെ 4-ാം അധ്യായം, വിശുദ്ധ ലൂക്കാൻ്റെ 4-ാം അധ്യായം 3, 5, 6, 7 എല്ലാം ഈ മറ്റൊരുവനെ 9 വരെ ഉണ്ടത്. മറ്റൊരുവൻ വന്നിട്ട് പറയും, അതായത് നമുക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക്, ഈശോയുടെ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കല്ലേ ഈശോനെ കൂട്ടിക്കൊണ്ടുപോയത്. എവിടെല്ലാം കൊണ്ടുപോയി? 4:9 അവൻ ദേവാലയത്തിന് മുകളിൽ കൊണ്ടുപോയി. പിശാച് കൊണ്ടുപോയ സ്ഥലം കണ്ടില്ലേ? പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പള്ളിക്ക് പുറത്ത് നിൽക്കണില്ലേ, ഇല്ലേ? അത്തറ നിൽക്കേണ്ട ആളെ മാവിൻ്റെ വീട്ടിൽ സ്കൂളിൻ്റെ വാതിക്കലൊക്കെ നിർത്തണത് എന്താണ്? പിശാചം. അൽത്താരയിലല്ല വരേണ്ടത് വിശ്വാസി, അതിന് പകരം മാവിൻ്റെ വീട്ടിൽ സ്കൂളിൻ്റെ വാതിക്കൽ നിൽക്കണ ആരാണ്? ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കർത്താവിനെ. ദേവാലയത്തിന് അകത്തല്ലേ കൊണ്ടുപോകേണ്ടത്. പിശാച് ദേവാലയത്തിൻ്റെ മുകളിൽ, ദേവാലയത്തെ പുറത്തേ കൊണ്ടുപോകത്തുള്ളൂ. അത് മറ്റൊരുവനാണ്. നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പിശാച് എന്താ പറയണത്? എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയും, എന്നെ ആരാധിച്ചാൽ നിനക്കിതൊക്കെ തരാമെന്ന് പറയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആരാധിക്കാൻ ആവശ്യപ്പെടുക അത് മറ്റൊരുവനാണ്. മറ്റൊരുവൻ വന്നിട്ട് നമുക്കിഷ്ടമില്ലാത്തതിനെ ആരാധിക്കാൻ ആവശ്യപ്പെടും. ഒന്ന് ചിന്തിച്ച് നോക്കണം എൻ്റെ മക്കൾ. അതായത് ആരെയാണ് നമ്മൾ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നത്? കല്ലപ്പമാക്കാൻ പറഞ്ഞവനെ നമ്മൾ ആരാധിക്കണം. എങ്ങനെയുണ്ട് പരിപാടി? കല്ലപ്പമാക്കുക എന്ന് വെച്ചാൽ കൈ നനയാതെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നവനെ ആരാധിക്കണം. ഈ ലോകം അങ്ങനെയാണ്. കല്ല് അപ്പമാക്കാൻ, കൈ നനയാതെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നവനെ ആരാധിക്കണം. അവനെയല്ല ആരാധന കിട്ടണത്. ഈ ലോകത്ത് ആരാധന കിട്ടണ ആർക്കാണ്? ചെപ്പടി വിദ്യയിലൂടെയും തരികിട പരിപാടികളുടെ പെട്ടെന്ന് സമ്പന്നനാകാൻ വേണ്ടി ഉള്ള എല്ലാ ഉടായ്പ പരിപാടികൾക്കും ആരാധനയുണ്ട് ഇവിടെ. കല്ലപ്പമാക്കാൻ കഴിയുന്നവനെ, അവന് അപ്പമാക്കാൻ നിർബന്ധിക്കുന്നവനെ ആരാധിക്കും. എവിടുന്ന് നിനക്ക് എടുത്തു ചാടാം, മേലും കീഴും നോക്കാതെ എടുത്തു ചാടാം. ചില അങ്ങനെ വിശ്വാസം നോക്കത്തില്ല, പരിശുദ്ധ കുർബാന നോക്കത്തില്ല, ദിവ്യകുർബാന നോക്കത്തില്ല. ഏത് ബന്ധം? ഇപ്പം എന്ത് 2 ജാതിയേ ഉള്ളൂ, ആണും പെണ്ണും. ആണും പെണ്ണുമേ 2 ജാതിയേ ഉള്ളൂ, വേറെ എന്നാ നോക്കാനാണെന്ന് പറഞ്ഞ് എടുത്തു ചാടുന്ന ആൾക്കാരില്ലേ. അതിനാലേ അവിടെ കുഞ്ഞുങ്ങളെല്ലാം വിശ്വാസ തകർച്ച വരും. എടുത്തു ചാടുന്നവർ, ചാടിക്കോ എന്ന് പറയുന്നവർ എല്ലാവരും ഉണ്ട്, എല്ലാ കാലങ്ങളിലും ഉണ്ടാകും. നീ എടുത്ത് ചാടിക്കോ. ഇതെല്ലാം മറ്റൊരുവനാണ്. ശരിക്കും പറഞ്ഞാൽ പിശാചാണെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. മറ്റൊരുവൻ വന്ന് നമ്മുടെ അരമുറുക്കുകയാണ്. നമ്മൾ എത്ര വിശുദ്ധിയോടെയും ദൈവത്തിൻ്റെ സ്നേഹത്തോടെയും ജീവിച്ച ആൾക്കാരാണ്. ഇപ്പോഴുണ്ട് ഒരു പ്രത്യേക ബന്ധത്തിൽ ചെന്ന് ചാടിയിട്ട് ആദ്യം നമ്മൾ നിഷേധിക്കുന്ന ദൈവത്തെയാണ്. കാര്യം ദൈവത്തെ നിഷേധിച്ചില്ലെങ്കിൽ നമുക്ക് മനസാക്ഷി കുത്തോടുകൂടിയേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മനസാക്ഷി കുത്തിലായിരിക്കാൻ വേണ്ടി ആദ്യം വിശ്വാസത്തെയാണ് നമ്മൾ നിഷേധിക്കണത്. കർത്താവിനോട് എന്താ പറഞ്ഞത്? നീ ചാടൂ, മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന്. അപ്പോഴേ കർത്താവ് പറഞ്ഞ് ഒരു മാലാഖയും താങ്ങത്തില്ല. ബുദ്ധിയും ബോധവും ഇല്ലാതെ കയ്യിരിപ്പ് കാണിച്ചാൽ അനുഭവിച്ചേ പിരിയത്തുള്ളൂ. അത് കർത്താവിൻ്റെ നിലപാടതാണ്. ഇപ്പം ചിലരൊക്കെ പ്രേമിച്ചു, അതിൻ്റെ പേരിൽ ദുരഭിമാന കൊല നടത്തി, പിന്നീട് ഒരു പ്രത്യേക ജീവിതമൊക്കെ ജീവിച്ചൊക്കെ മനുഷ്യരൊക്കെ പോകണില്ലേ ഇവിടെ. ഒരിക്കൽ ചാടിയ ഇപ്പം സോഷ്യൽ മീഡിയയിലും നാട്ടുകാരും ടിവിയും പത്രവും എല്ലാം ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കും. ആത്യന്തികമായിട്ട് വാട്ട് വി ഗെയിൻ? നത്തിങ് വി ഗെയിൻ. നമുക്കൊന്ന് ചാടിയെ താങ്ങാൻ ആരും ഉണ്ടാകത്തില്ല. കർത്താവ് പറഞ്ഞ് ചാടിയെ താങ്ങാൻ ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിൻ്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത്. ഈ മറ്റൊരു പിശാചായിട്ട് വരുമ്പോഴേ അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണ്? ഇത് പരീക്ഷണമാണ് തിരിച്ചറിയണമെങ്കിൽ വിശ്വാസിക്ക് ദൈവത്തിന് കൃപ വേണം. പ്രാർത്ഥിക്കട്ടെ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പത്രോസിനെ ഇടകെട്ടിയ മറ്റൊരുവനായിട്ട് പിശാച് വന്നാല് തിരിച്ചറിയാൻ അവൻ എൻ്റെ മുന്നിൽ വെക്കുന്ന മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങളിലെ മയങ്ങി വീഴാതെ എൻ്റെ ഇഷ്ടമല്ലാതെ ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ നിലനിൽക്കാൻ കർത്താവേ കൃപയാൽ നിറക്കണമേ. സ്തുതിക്കട്ടെ, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും
എൻ്റെ പേര് ഷിജോ പൗലോസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി ദേശത്ത് നിന്ന് വരുന്നു. അമ്മേ മാതാവിന് നന്ദി. ഞാനിപ്പോൾ ഉടമ്പടി 2 എണ്ണം എടുത്തു. 3-ാമത്തെ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ഉടമ്പടി ഞാൻ എടുക്കുന്നതിന് മുമ്പ് എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഫിക്സ് വന്ന് വീണ് ഒരാഴ്ചയോളം ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുകയും എൻ്റെ തല ഇത് പരിശോധിച്ചപ്പോൾ ബ്ലഡ് കോട്ടായി തലയിൽ ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടെന്നറിയുകയും എത്രയും പെട്ടെന്നൊരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഉള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്യുകയും എന്നെ ഈ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ കിടന്ന ഒരാഴ്ചയോളമുള്ള കാര്യങ്ങളൊന്നും പലതും എനിക്ക് ഓർമ്മയില്ല. അവസാനം ആംബുലൻസിൽ കയറ്റിയിൽ ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ. അങ്ങനെ എന്നെ രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ അവിടെ വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിജോയ്ക്ക് സർജറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80% ചാൻസേ ഉള്ളൂ അവൻ്റെ കാര്യത്തിൽ. കാരണം ഒരു പക്ഷേ അവൻ കോമയിലേക്ക് പോകാനും ഒരു സൈഡ് തളർന്നു പോകാനും അതല്ലെങ്കിൽ അവൻ്റെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട് അവൻ വേറെ രീതിയിലേക്ക് മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളതിന് തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവുള്ളൂ. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടായിട്ട് ഡോക്ടർമാരെയോ ഹോസ്പിറ്റലിനെയോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയുണ്ടായി. രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ മുടി എല്ലാം കളഞ്ഞ്, ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. മുടി കളഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് ഓർമ്മ വരുന്ന ഓപ്പറേഷന് ശേഷം ഞാൻ വന്ന് ബെഡിൽ കിടക്കുന്നതാണ് എനിക്ക് ഓർമ്മ. എൻ്റെ തല ഈ ഒരു റാ പോലെ കട്ട് ചെയ്തിട്ട് എൻ്റെ തല ഫുള്ള് സ്ക്രൂ ആണ്. മുടി അതിന് ശേഷം വന്നാണ് സ്ക്രൂ ആണ്, ഇവിടം വരെ കട്ട് ചെയ്തേക്കാണ് തല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഇതിലായിരുന്നു എൻ്റെ വീട്ടുകാർ. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ആകെ ഒരു മോനുള്ളൂ. 4 ചേച്ചിമാരാണ് എനിക്ക്. എൻ്റെ വിവാഹം കഴിഞ്ഞാണ്. മക്കൾ 4 പേരുണ്ട്. അപ്പൻ അമ്മ എല്ലാവരും വളരെ സങ്കടത്തിലും കാര്യങ്ങളിലായിരുന്നു. കാരണം ആകെയുള്ള മകൻ അവസ്ഥപിതാവിൻ്റെ പേരിട്ട് വളർത്തിയിട്ട് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ ഓർത്ത്. കാരണം ജീവിതത്തിൽ ഒരു സ്ഥലങ്ങളിലൊക്കെ പരാജയപ്പെട്ടിട്ട ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എൻ്റെ ചേച്ചി എന്നെ കാണാൻ വന്നപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ കാണാൻ വന്നപ്പോൾ, നീ അറിയാത്ത ആളുകൾ പോലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ എന്ന്. പക്ഷേ ഞാനത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇതിൽ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു, ഞാൻ ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചു വന്നു. ഞാൻ എങ്ങനെ തിരിച്ചു വന്നെന്നോ എനിക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ചേച്ചി, എൻ്റെ സഹോദരിമാർ 2 പേർ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന്, എൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അവർ കൃപാസനത്തിൽ പ്രാർത്ഥനയിലായിരുന്നെന്നും അവർ ഉടമ്പടി എടുത്തിരുന്നെന്നും എനിക്ക് വേണ്ടി അവർ ഉടമ്പടി എടുത്ത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെന്നും ആ നേർച്ച വസ്തുക്കൾ എനിക്ക് നൽകിയെന്നും അതുപോലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം എനിക്ക് അല്ലെങ്കിലും അറിയായിരുന്നു എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിൽ എവിടേക്കോ ഉണ്ടായിരുന്നു ഓർമ്മകൾ വന്നപ്പോൾ. കാരണം അത്രയും സീരിയസ് ആയൊരു രോഗിയായിരുന്നു ഞാൻ. അപ്പോൾ അവർ ആണ് എന്നോട് പറയുന്നത്, മോനെ ഇങ്ങനൊരു കൃപാസനം ഇവിടെ ഉണ്ട്, അമ്മ മാതാവുണ്ട്, നിന്നെ രക്ഷപ്പെടുത്തിയത് അമ്മ മാതാവാണ്, വേറെ ആരുമല്ല. നീ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട്, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നീ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അമ്മയുടെ കൃപാസനത്തിൽ പോയി അമ്മയെ കാണുവാനും അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുമെന്നും ഉള്ളൊരു ഉറപ്പിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോന്നിരിക്കുന്നത്. നീ തീർച്ചയായും അവിടെ ചെല്ലണമെന്നും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ ആ ഹോസ്പിറ്റലിൽ വിട്ട് സ്റ്റിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തലയിൽ ആ കെട്ടും കെട്ടി ഞാനിവിടെ കൃപാസനത്തിൽ വന്നിരുന്നു അമ്മയെ കാണാനായിട്ട്. കാരണം ഈ നിമിഷം വരെ, ഇപ്പം ഞാൻ മൂന്നാമത്തെ ഉടമ്പടിയാണ് എടുക്കുന്നത്, ഈ നിമിഷം വരെ എനിക്ക് അതിൽ കൂടാതെ നൽകിയ അനുഗ്രഹങ്ങൾ ഒരു നിരവധിയാണ്. അത് പറഞ്ഞാൽ തീരില്ല.
എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അവർക്ക് എന്നെ നോക്കി ഒരു കളിയാക്കി ചിരിയൊക്കെ ഉണ്ട്. കാരണം ഞാൻ എന്താ പറയുക, ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയാം. ദൈവത്തോട് ഒരു അടുപ്പവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പള്ളിയിൽ പോകോ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കൃപാസനം പത്രം ഒരു ഇതുമില്ലാതെ എല്ലാവർക്കും വീടുകളിൽ എത്തിച്ച് കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്തിന് നാണിക്കണം? എനിക്ക് അഭയം എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയുമാണ്. അവരെ മാത്രം ഞാൻ ഭയപ്പെട്ട് ജീവിച്ചാൽ പോരെ? എന്തിനാണ് മറ്റുള്ളവരെ നോക്കേണ്ടത്? ഞാൻ പ്രാർത്ഥിക്കേണ്ടതും ഞാൻ അമ്മയുടെ വഴിയിൽ നടക്കേണ്ടതും എൻ്റെ ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുമ്പോൾ അവർ പറയും, എന്തിനാണ് ഇവിടെ പോകുന്നത്? ഏതോ ഒരു ഇതിൽ സംഭവമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളൊക്കെ, ചിലപ്പോൾ 1 മാസത്തിനുള്ളൊക്കെ ഭയങ്കര ഇതുണ്ടാവും. തെറ്റായ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസം, എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതാണ്. ആ വിശ്വാസത്തിൽ ഞാൻ ചരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം അത് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ അഭിപ്രായപ്പെടില്ല, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. എൻ്റെ വിശ്വാസം ഇതാണ്, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനും ഞാൻ ജീവനോട് ഇവിടെ നിൽക്കുന്നത്, എൻ്റെ ഒരു തരി ഓർമ്മ പോലും കളയാതെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചത്, ഇവിടെ നിർത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അമ്മ മാതാവിന് നന്ദി. രാവിലെ 5:30 എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഞാൻ കുഞ്ഞുനാളിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് 5:30 കുർബാനയ്ക്ക് പോരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതോടുകൂടി അതൊക്കെ തീർന്നു. അതുവരെ ഉണ്ടായിരുന്നു. തിരക്കുകളൊന്നുമല്ല, എല്ലാം മടിയാണ്. കുടുംബ പ്രാർത്ഥനയായാലും കുർബാനയ്ക്ക് പോകാനായാലും എല്ലാം മടിയായിരുന്നു. അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ കേൾക്കും. അതുപോലെ തന്നെ അത് മാക്സിമം പറ്റാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യും, പറ്റാവുന്നത്രയും സ്റ്റാറ്റസ് ചെയ്യും. ഉടമ്പടി ധ്യാനം അതുപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കേൾക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രോഗികളെ സന്ദർശിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ പറ്റാറില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാമ്പത്തികം കൂട്ടി വെച്ചിട്ട് ഞങ്ങളുടെ ആ ചുറ്റുപാടുള്ള തന്നെ അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ആരെങ്കിലൊക്കെ വീടുകളിലേക്ക് അരിയും സാധനങ്ങളൊക്കെ മേടിച്ച്, പറയാൻ പാടില്ല എന്നാലും മേടിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളൂ. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ എന്താ പറയുക, ഇടം കൈ കൊടുക്കുന്നു വലം കൈ അറിയാൻ പാടില്ലെന്നോ അങ്ങനെന്തോ ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് പറയാമല്ലോ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം പറയുന്നുണ്ട് ഇതിൽ. കാരണം നമ്മൾ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ. കാരണം ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്ന്. ഇപ്പം ഞാൻ ഇന്നൊരു സുഹൃത്തിനെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. അവൻ ഇന്നലെ എന്നോട് ഇന്ന് രാവിലെ 8:30 വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ലേറ്റായി. ലാസ്റ്റ് അവൻ പറഞ്ഞു അവൻ വരില്ല എന്ന് പറഞ്ഞു. ഇപ്പം കാരണം നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നാളെ എന്നൊരു തീരുമാനം ഇല്ല. ഇന്ന് ഇപ്പോൾ ഈ നിമിഷം നമ്മൾ മാറിയേക്കണം. ചിലർ പറയും കുടി, ഞാൻ ഇന്നത്തോടെ കുടിക്കട്ടെ, നാളെ മുതൽ ഞാൻ കുടി നിർത്താം. നടത്തൂല. അതങ്ങനെയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഉറച്ച തീരുമാനം. കാരണം ഇപ്പോൾ ഈ നിമിഷം നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ എല്ലാം അമ്മ മാതാവ് മാറും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിവിടെ നിന്ന്. എനിക്കിങ്ങനെ വന്ന് ഇങ്ങനെ മൈക്കിലൊന്നും സംസാരിച്ച് പരിചയമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇത്രയും സംസാരിക്കാൻ ഉള്ളൊരു ധൈര്യം ഉണ്ടായി, അത് അമ്മ മാതാവ് തന്നതാണ്. പ്രത്യേകം നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ പേര് വർഗീസ്, ഇതെൻ്റെ ഭാര്യ ലാലി. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരു മോള് ബാംഗ്ലൂർ കൽപ്പിച്ചയച്ചു. എൻ്റെ മോന് അവൻ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നു. എനിക്ക് മംഗലാപുരത്ത് കൺസ്ട്രക്ഷൻ വർക്കാണ്. അങ്ങനെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2019 ഫെബ്രുവരി 18-ാം തീയതിയാണ്. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ആദ്യമായി പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചാലും തന്നെ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ വന്ന് പുതുക്കുകയും നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങിപ്പോവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഞാൻ വെച്ച 6 നിയോഗങ്ങളിൽ 3 വലിയ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. അതിലേറ്റവും വലുത് എൻ്റെ മദ്യപാനമായിരുന്നു. ഒരു 40 വർഷത്തിൽ മേലായി. ചുരുക്കം പറയുകയാണെങ്കിൽ ചെറുതിൽ തന്നെ ഈ ചാച്ചനെ കള്ള് മേടിക്കാൻ പോകുമ്പോൾ കുടിക്കുന്ന കൂടെയായിരുന്നു. അങ്ങനെ കുടി മൂത്ത് രാവിലെ മംഗലാപുരത്തക്കാരെ അറിയാമല്ലോ, അവിടെ ഏത് കടയിൽ എവിടെ ചെന്നാലും കിട്ടും സാധനം. അങ്ങനെ തുടങ്ങും. ഉച്ച കഴിയുമ്പോൾ ഓറഞ്ചൊക്കെ തിന്നിട്ട് വീട്ടിൽ വരും. അവിടെ എന്നാലും കണ്ടുപിടിക്കും. ആ കുടി അങ്ങനെ മൂത്ത് വൈകുന്നേരം ആകുമ്പോൾ പ്രശ്നമാവും. വീട്ടിൽ വരുമ്പോൾ പിന്നെ വഴക്കാവും, പിള്ളേരോട് വഴക്കാവും, ആകെ കോളാവും.
അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ താമസിക്കുന്ന കൂടാണ്ട് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വെച്ചായി വീണ്ടും അടുത്ത കുടികളെല്ലാം. അങ്ങനെ ആ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമായി 100 കോടി നന്ദി പറയുന്നു. അതിൻ്റെ ശേഷമാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. 40 വർഷമായിട്ട് കുടി ഇവിടെ നോയമ്പ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് കാല് കുത്തിയതിൻ്റെ അന്ന് നിർത്തിയതാണ്. തലേദിവസം കൂടി ഞാൻ പൂച്ചാക്കലും തൈക്കാശ്ശേരി എന്നൊക്കെ എൻ്റെ അളിയൻ്റെ കൂടെയൊക്കെ നടന്ന് കുടിച്ച ഒരാളാണ്. കുടി തുടങ്ങിയാൽ രാത്രി ചെല്ലുമ്പോൾ ഒരു 12 മണി. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ അവയ്ക്കേ അറിയാവുള്ളൂ. അവൾക്ക് അറിയാത്ത ദിവസങ്ങളില്ല. അപ്പോൾ ആദ്യമായി ഞാൻ അതിന് 100 കോടി നന്ദി പറഞ്ഞു. എനിക്ക് വേറെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ എത്രയോ വലുതാണ് ഈ മദ്യപാനം. ഇപ്പം എനിക്കത് വേണമെന്നില്ല. മറ്റത് മംഗലാപുരത്തോടെ പോകുമ്പോൾ കുറച്ച് ധ്യാനം കൂടിയാലോ എപ്പോഴെങ്കിലും ആദ്യം നിർത്തും, പിന്നെ വീണ്ടും തുടങ്ങും. ചെറിയൊരു പാക്കറ്റൊക്കെ അവിടെ കിട്ടും. അതുകൊണ്ട് ഞാൻ അതവിടെ നിർത്തുന്നു. അതിൽ കിട്ടിയ നന്ദിക്ക് ആദ്യം നന്ദി പറയുന്നു. രണ്ടാമതായി കടബാധ്യതയാണ്. ഈ കടബാധ്യതയും വരുന്നത് എവിടെ നിന്നാണ്? ഈ മദ്യപാനത്തിൽ നിന്നാണ്. അപ്പോൾ താമസിക്കുന്ന കൂടാണ്ടുള്ള ഒരു പറമ്പ് വിറ്റിട്ട് കടം തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിന് ശേഷം ഇവിടുത്തെ ചെറിയ കാശുരൂപവും ഉപ്പും ഞാൻ ആ 4 മൂലയിലിട്ട് പറമ്പിലിട്ട് വിശ്വാസ പ്രവചനത്തിൽ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വിചാരിച്ചിരുന്ന വിലയേക്കാളും നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, ആ പൈസയുടെ ബാക്കി കൊണ്ട് കടം തീർത്ത് എനിക്കൊരു അടുത്ത ഒരു 8.25 സെൻറ്റ് സ്ഥലം അതിനേലും അടുത്ത് വാങ്ങാൻ പറ്റി. അപ്പോൾ ആ സ്ഥലം കണ്ട് തന്നെ ബ്രോക്കറോട് പറഞ്ഞപ്പോൾ ഞാനിത് ചെയ്തു. ഇതേപോലെ തന്നെ കച്ചവടം നടക്കുന്നതിന് മുമ്പ് അവിടെ കൊണ്ടുപോയി 4 മൂലയ്ക്കും കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അതിനിടയ്ക്ക് കയറിപ്പോയി ഉപ്പിടുകയും കാശുരൂപം ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന് 50,000 രൂപ ടോക്കണും കൊടുത്തു. അങ്ങനെ ആ സ്ഥലം വാങ്ങാൻ പറ്റിയെന്ന് മാത്രമല്ല, മറ്റത് 15 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ ഒരു ജോലിക്കാർ നിൽക്കും. 10-15 ജോലിക്കാരുണ്ട്. അവരൊക്കെ നിൽക്കുന്ന ഷെഡുകളുണ്ട് സിമെൻറ്റ് ഷീറ്റിൽ. പക്ഷേ ഈ പറമ്പിൽ 2 വർഷമായിട്ട് വാങ്ങിച്ച പറമ്പിൽ 5 വീടിൻ്റെ ഒരു വീട് പണി തീർന്നു. നോയമ്പ് കഴിയുമ്പോൾ മെയ് 17 അച്ഛൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നത്. പക്ഷേ അമ്മയുടെ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാതെ ഞാൻ വീട് വെഞ്ചരിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ വന്നതാണ്. ഇന്ന് 12:40 ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. ഇവിടുന്ന് തന്നെ ഞങ്ങൾ പോകും മംഗലാപുരത്തിന്. അതാണ് രണ്ടാമത്തെ ഒരിത്. ഇത്രയും അനുഗ്രഹം തന്ന ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഈശോട്. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് രോഗങ്ങളാണ്. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഈ തലവേദന അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഉണ്ടാവും. തലവേദന കൂടെ. അപ്പോൾ ഞാനെന്ത് ചെയ്യും? മറ്റത് തലവേദന എന്നാൽ അവിടെ തളർന്നെത്തി കിടക്കും, കഞ്ഞി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം തരട്ടി വിശ്വാസപ്പെടം ചെല്ലും, അത് തീർത്ത് പെട്ടെന്ന് മാറി. ഇപ്പോൾ ഒരു 5-6 ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതില്ല അവർക്ക് അങ്ങനെ തലവേദന. വല്ലപ്പോഴും ഒന്ന് വരും പോകുന്നതല്ലാണ്ട് മറ്റതങ്ങനെയല്ല ഇതാണ്. അതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് എനിക്ക് ഡസ്റ്റ് അലർജിയായി, ന്യൂമോണിയായി, അതെപ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഇത് 3ാമത്തെ നിയമമാണ് എൻ്റെ. അത് അഡ്മിറ്റായി ന്യൂമോണിയ മൂത്ത് കൊറോണ വാടിക്കൊണ്ട് തന്നെ എന്നെ കടത്തി. കൊറോണ കടത്തിയപ്പോൾ ഇവർ പറഞ്ഞ് സമ്മതിക്കത്തില്ല, അങ്ങേർക്ക് കൊറോണ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. KMC ആശുപത്രിയിലാണ് മംഗലാപുരത്ത്. അങ്ങനെ കൊറോണ കിറ്റൊക്കെ ഇട്ട് ഇവളെയും മകനെയൊക്കെ കടത്തി ഒരു AC റൂമിൽ കടത്തി വിട്ടു. അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു കൊറോണ രോഗീനെയും കൊണ്ട് വരുന്നതാണ് വീൽ ചെയറിൽ. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞ് ഈ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ ഡോറിൻ്റെ വാതിക്ക് വന്നിട്ട് പറയുകയാണ്, എനിക്ക് AC റൂം പറ്റിയല്ലെന്ന്. അങ്ങനെ അതൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. അങ്ങനെ ഒത്തിരി രോഗസംബന്ധമായ അത്ഭുതങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പറഞ്ഞറിഞ്ഞാൽ തീരാത്ത. ഇന്ന് വൈകുന്നേരം വരെ നിന്ന് തീർന്നാലും അനുഗ്രഹമില്ല. ഇതെല്ലാം ഈ ഉടമ്പടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. മോനാണെങ്കിലും ഇപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്ക് ഒരു മറ്റതങ്ങനെയല്ല, ജോലിക്കാരെല്ലാം മദ്യവെച്ച് എല്ലാത്തിൻ്റെയും തുടക്കം ഈ മദ്യപാനം തന്നെയാണ്. അത് കഴിഞ്ഞ് രാവിലെ തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പണിസ്ഥലത്ത് പോയി കഴിഞ്ഞുള്ള ഞാനാണ് വലിയ ആളെന്നുള്ള രീതിയിൽ തുടങ്ങും. വീട്ടുകാരായിട്ട് വഴക്കുണ്ടാവും, ജോലിസ്ഥലം പോകും, ജോലിക്കാരുണ്ടായാല. ഇപ്പം അങ്ങനെയല്ല, എല്ലാം നല്ല കറക്റ്റായിട്ട് കിടക്കുന്നു. എൻ്റെ മോനാണെങ്കിലും സൈറ്റിൽ അവന് ഇഷ്ടമല്ല ഈ മദ്യപിച്ചുകൊണ്ടൊക്കെ ഞാനും വരുമ്പോൾ അവന് അങ്ങനെ. ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എൻ്റെ സൈറ്റ് നോക്കുന്നത് അവന് സിവിൽ എഞ്ചിനീയറാണ്. അവനാണ് ഇപ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തന്ന 100 അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ നിർത്തുന്നു. ഞാനിവിടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞെന്നാൽ അവിടെ ഒത്തിരി കാരുണ്യഭവനങ്ങളെല്ലാം ഉണ്ട്. അവിടെയെല്ലാം ഞാൻ പോയി സഹായിക്കും. രണ്ടാമത് വല്ല രോഗികൾ തളർന്നു കിടക്കുന്ന അവിടെ ഇവിടെ അല്ലാണ്ട് അവർക്കും വേണ്ട പോലെ ചെയ്യും. ഇത് കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാരന് തുച്ഛമായ കാശ് അവരുടെ ഉള്ളത് വാങ്ങിക്കൊണ്ട് ഞാനൊരു നല്ലൊരു ഭവനം പണിത് അവർക്ക് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പാടുള്ള ഇപ്പോഴും TV-യിലൊക്കെ നമുക്ക് വരുമല്ലോ, ഓരോ രോഗികൾ തളർന്നു കിടക്കുന്നതൊക്കെ അറിയുകയാണെങ്കിൽ അപ്പോൾ ഞാനത് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയാവുന്നത്. മറ്റത് അതൊന്നും ഇല്ല. എൻ്റെ കാര്യം ചിന്താവാന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്.
ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ പേപ്പർ. ഞാനിവിടെ സാക്ഷ്യം പറയാൻ താമസിച്ചാലും ഞാനിവിടെ വരുവാണെങ്കിൽ എനിക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ വരുവാണെങ്കിൽ ഞാൻ വന്ന് പത്രം മേടിച്ച് നേർച്ച വസ്തുക്കൾ വാങ്ങിയിട്ട് പോകും. അത് പോയി അവിടെ പള്ളിയിൽ ഞാൻ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയേ കൊടുക്കുള്ളൂ, അവിടെ വെച്ചിട്ടൊന്നും പോരല്ല. അങ്ങനെ ചിലർ അവിടെ കൊണ്ട് ബെഞ്ചിലൊക്കെ വെച്ചിട്ട് പോരുന്നവരുണ്ട്. ഞാൻ എന്ത് ചെയ്യും, അതെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി എന്നെക്കൊണ്ട് പാടുള്ള പോലെ ഞാൻ അവിടെ ഞങ്ങൾക്ക് 2-3 പള്ളിയുണ്ട്, കന്നഡ കുർബാന നടക്കുന്നതും കൊങ്ങണിക്കും, അവിടെ എല്ലാം കൊണ്ട് കൊടുക്കും. അങ്ങനെയെല്ലാം എന്നെക്കൊണ്ട് എന്നാൽ കഴിയുന്ന പ്രേക്ഷിത പ്രവർത്തനവും ഞാൻ ചെയ്തുകൊണ്ടുണ്ട്. അതിൻ്റെ അനുഗ്രഹം എനിക്കുണ്ട്. ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ആരും കാണരുതും, അത്ര ഒരു ബലപ്പെട്ടൊരു സ്ഥലമാണെന്നുള്ളതാണ്. പലരും മൊബൈലിലൊക്കെ കുറ്റം പറയുന്നതൊക്കെ ഉണ്ട്. അവരൊക്കെ പറയാൻ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, വന്ന് നിങ്ങളിവിടെ ഒന്ന് കൂടും ഒരു ദിവസം, അത്ര മാത്രമേ പറയാനുള്ളൂ. ചിലർ പറയും ഇത് കാശുണ്ടാക്കാനുള്ളതാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. മറ്റത് ഞാൻ മദ്യപിക്കുന്നത് അങ്ങനെയല്ല, ഒന്ന് നിർത്തും, പിറ്റേ ദിവസം തുടങ്ങും, അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ പോകും. ഒരാഴ്ച ഏറ്റവും കൂടിയ ഇന്ന് എനിക്ക് മദ്യം കാണുന്നതോ. ഇപ്പം ഞാൻ ഇതുകൂടാണ്ട് ഒരു ക്ലബ്ബിലുണ്ട്, ഞാൻ അവരപ്പുറത്തെ റൂമിൽ മദ്യപിച്ചുണ്ടാവും. മറ്റത് അങ്ങനെയല്ല, ഞാൻ ബാക്കിൽ കൂടി പോയി ആദ്യം അവർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു. ഇങ്ങേറ്റ രൂപക്കൂടിൻ്റെ പുറയിൽ വെച്ചിട്ട് കൂടി കഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഇതെല്ലാവർക്കും ഒരു അനുഭവമാകട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി, എനിക്കൊരു നാണക്കേടുമില്ല ഇത് പറയുന്നതിൽ. എൻ്റെ ഭാര്യ അത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ഈ കാര്യത്തിൽ. ഞാൻ നിർത്തുന്നു എൻ്റെ സാക്ഷി.